സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവിജ്ഞാനത്തിലെ ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്വപ്ന ജോലിയിലേക്കൊരു വഴികാട്ടിയായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. AP ശശീന്ദ്രൻ സാറിൻ്റെ അറിവ് പങ്കിടാം എന്ന പങ്ക്തിയിൽ നിന്ന്. സ്റ്റഡി വിത്ത് ഗീത എന്ന ഈ ചാനൽ വീട്ടിൽ നിന്നും PSC ക്ലാസ്സുകളിൽ പോയി പഠിക്കാൻ സൗകര്യമില്ലാത്തവർക്കും കാഴ്ച പരിമിതി ഉള്ളവർക്കും സൗജന്യമായി നൽകുന്ന വീഡിയോകൾ ആണിവ. ബംഗാൾ വിഭജിച്ചതെന്ന് 20/7/1905 ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഉദാഹരണം ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടത്തിയത് ആര്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 16/10/1905. ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചതെന്ന് 16/10/1905. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിൻജ് പ്രഭു രണ്ടാമൻ. ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 30/12/1906. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ചവർ ആഗാ ഖാൻ, നവാബ് സലീമുള്ള. മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആഗാ ഖാൻ. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക. ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിനർത്ഥം ശുദ്ധമായ ഭൂമി. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലി. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ 1916 ഒപ്പുവെച്ച ഉടമ്പടി ലക്നൗ പാക്ട്. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇഖ്ബാൽ. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇഖ്ബാൽ. പാകിസ്ഥാൻ സ്വതന്ത്രമായത് 14/8/1947. നന്ദി, നമസ്കാരം. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ.